വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്ത്. ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിയുടെ കാഞ്ഞങ്ങാട്ടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു.പി.എ. സർക്കാരാണ് വഖഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമി കവരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ യു.ഡി.എഫ്, എൽ.ഡി.എഫ് നിലപാടിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എം.പി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിനു ശേഷം ചില മാറ്റങ്ങളൊക്കെ വന്നു. ഏറ്റവും അവസാനം 2013 ചില വകുപ്പുകൾ യു.പി.എ. സർക്കാർ മാറ്റിക്കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. 2013 ഈ ഭേദഗതി വരുന്നതിന് മുമ്പേ തന്നെ പല തർക്കങ്ങളുണ്ട്. 2005 ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള താജ്മഹൽ വഖഫ് സ്വത്താണെന്ന് അവകാശവാദം ഉന്നയിച്ചു. വഖഫ് ബോർഡിന് പരമാധികാരം നൽകിയത് യു.പി.എ. സർക്കാരാണ്. അലഹബാദ് ഹൈക്കോടതിക്ക് പോലും വസ്തുവിന്റെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. മുനമ്പത്ത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വഖഫിന് കീഴിലാക്കാൻ ഇടതുവലം മുന്നണികൾ എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്നും അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വനി അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ. വേലായുധൻ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, കാഞ്ഞങ്ങാട് സൗത്ത് കെ. നാരായണൻ എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. മോർച്ച ജില്ലാ മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.